Hello everyone. So today we are dealing with Foucault's pendulum. കേട്ടിട്ടുണ്ടാവും അല്ലേ? Foucault's pendulum. So we are discussing Earth is rotating. Earth is a non-inertial frame and it is not inertial. The Foucault's pendulum provides one of the most dramatic demonstrations that the Earth is a non-inertial system. So Foucault's pendulum experimentally demonstrate that Earth is rotating and that is Earth is a non-inertial system. The pendulum simply a heavy bob hanging from a long wire mounted to swing freely in any direction. So Foucault's pendulum is just a pendulum hanging from a long wire and a heavy bob attached to its end, and it can swing freely in any direction. As the pendulum swings back and forth, the plane of motion precesses slowly about the vertical, taking about a day and a half for a complete rotation in the mid-latitudes. The precession is a result of Earth's rotation. So what is happening is that when the Foucault's pendulum rotates or swings, not rotates, swings, it precedes, and in the mid-latitudes and in North Pole and South Pole, it takes 1 day to complete a rotation, and in the mid-latitudes, it takes about a day and half, 1 day and half. മിഡ്-ലാറ്റിറ്റ്യൂഡിൽ 1.5 ദിവസവും നോർത്ത് ആൻഡ് സൗത്ത് പോൾസിൽ 1 ഡേയുമാണ് ഈ പെൻഡുലം റൊട്ടേറ്റ് ചെയ്തിട്ട് ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു ബോബ് നമ്മൾ ജസ്റ്റ് ഒന്ന് റിലീസ് ചെയ്യുന്ന സമയത്ത് എർത്ത് ഏത് ഡയറക്ഷനിലാണോ റൊട്ടേറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ബോബ് പ്രിസൈസ് ചെയ്യും, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. ഓസിലേഷനിലും ഒരു പർട്ടിക്കുലർ ആംഗിൾ ഇത് പ്രിസൈസ് ചെയ്യും. അങ്ങനെ ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് ഒരു ഡേയിൽ അതൊരു കംപ്ലീറ്റ് ആയിട്ട് അതിനെ പ്രിസൈസ് ചെയ്ത് ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യും. സോ അത് ഒരു ദിവസമാണ് നോർത്ത് പോളിലും ഒരു ദിവസമാണ് സൗത്ത് പോളിൽ എടുക്കുന്നത്. ഒരു മിഡ് ലാറ്റിറ്റ്യൂഡ് ഒക്കെ ആ ഒരു പ്ലേസസിലൊക്കെ ആണെങ്കിൽ ഇത് ഏകദേശം ഒരു 34 hours എടുക്കുന്നത്. മാത്തമാറ്റിക്കലി നമുക്ക് കണ്ടുപിടിക്കാം, നോക്കാം. The plane of motion tends to stay fixed in inertial space while Earth rotates beneath it. സോ നമ്മളിപ്പോൾ നമ്മുടെ പ്ലെയിനാണിപ്പോൾ ഈ ഒരു പ്ലെയിൻ എന്ത് ചെയ്യുന്നു, ഒരു നോൺ ഇനേർഷ്യൽ ഫ്രെയിം ആകുന്ന കണ്ടീഷനാണ് ഇതൊക്കെ. നോൺ ഇനേർഷ്യൽ ഫ്രെയിമിൽ മാത്രമേ ഇതൊക്കെ നടക്കുള്ളൂ. ഒരു ഇനേർഷ്യൽ ഫ്രെയിമിലാണെങ്കിൽ ഇതൊന്നും പോസിബിൾ അല്ല. അത് ഓസിലേറ്റ് ചെയ്യാണ്. ഒരു ബോബ് ഓസിലേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ട് താഴെ വരുന്ന സർഫസ് റൊട്ടേറ്റ് ചെയ്യില്ല. അപ്പോൾ ഈ ഒരു പ്രോസസ്സൊന്നും നമുക്ക് കാണാനായിട്ട് പറ്റില്ല. സോ ഇൻ ദ 1850s Foucault hung a pendulum 67 meters long from the dome of the Pantheon in Paris. The bob precessed almost a centimeter on each swing, and it presented the first direct evidence that the Earth is indeed rotating. സോ ഇവിടെ പറയുന്നത് ഒരു റൊട്ടേഷൻ, ഒരു ഓസിലേഷനിൽ അത് 1 സെൻറ്റിമീറ്ററോളം പ്രിസൈസ് ചെയ്യുന്നു. 1 സെൻറ്റിമീറ്റർ ഡിഫ്ലക്റ്റ് ചെയ്യുന്നു. അടുത്ത ഓസിലേഷനിൽ വീണ്ടും അടുത്ത സെൻറ്റിമീറ്റർ ഡിഫ്ലക്റ്റ് ചെയ്യുന്നു. ആ രീതിയിലാണ് ഇവിടെ പറയുന്നത്. അത് വേണമെങ്കിൽ പിക്ചർ രീതിയിൽ കാണാം. അപ്പോൾ ഒരു ബോബ് ഹാങ് ചെയ്തിരിക്കുകയാണ്, ഒരു പെൻഡുലം ഹാങ് ചെയ്തിരിക്കുകയാണ്. ഈ പെൻഡുലം ജസ്റ്റ് ഇവിടെ നിന്ന് തൊട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഓസിലേറ്റ് ചെയ്യുക. ഇത് സ്റ്റാർട്ടിങ് പോയിൻ്റ് ആണ്. ഇത് ജസ്റ്റ് എന്ത് ചെയ്യും, ഇങ്ങനെ ഓസിലേറ്റ് ചെയ്ത്, ഇത് ലെങ്ത് ഒരുപാട് കൂടുതലാണ്, നമുക്ക് ഒരുപാട് കർവ് വരയ്ക്കേണ്ട കാര്യമില്ല.
ഇങ്ങനെ ഓസിലേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അടുത്ത ഓസിലേഷൻ ആകുമ്പോൾ ഇത് ഇങ്ങോട്ടേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യും, തിരിച്ച് ഇങ്ങോട്ടേക്ക് പോകും. അടുത്ത ഓസിലേഷനിൽ എന്ത് ചെയ്യും, ഇത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യും, ഇങ്ങോട്ട് തിരിച്ചു വരും. ഇങ്ങനെ ഡിഫ്ലക്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഇങ്ങനെ ഡിഫ്ലക്റ്റ് ചെയ്തിട്ടാണ് ഓരോ ഓസിലേഷനും ഇത് ഡിഫ്ലക്റ്റ് ചെയ്യും. ഈ ഡിഫ്ലക്റ്റ് ചെയ്യുന്ന ആംഗിൾ നമ്മളൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ തീറ്റ എന്ന് പറയാം. അപ്പോൾ ഈ ഡിഫ്ലക്റ്റ് ചെയ്യുന്ന ഈ ഒരു റേറ്റ് നമുക്ക് തീറ്റ ഡോട്ട് എന്ന് പറയാം, അല്ലെ ആംഗുലർ വെലോസിറ്റി ആണെന്ന് പറയാം. അപ്പോൾ ഇങ്ങനെയാണ് ഡിഫ്ലക്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഓരോ സ്വിങ്ങിനും ഓരോ ഓസിലേഷനും 1 സെൻറ്റിമീറ്റർ ആണ് ഇത് പ്രിസൈസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫുക്കാൾട്സ് പെൻഡുലം വരുന്നത്. 67 സെൻറ്റിമീറ്റർ സ്ട്രിങ് ആണ്. ഇതിൻ്റെ ഏകദേശം എനിക്ക് തോന്നുന്നു 28 കിലോഗ്രാമോളം വെയിറ്റുള്ളൊരു ബോബാണ് ഹാങ് ചെയ്തിരിക്കുന്നത്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, വെസ്റ്റ് ടു ഈസ്റ്റ് നമ്മൾ അങ്ങനെ ഓസിലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് എന്ത് ചെയ്യും, ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്ക് ഒരു ഡിഫ്ലക്ഷൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഓക്കെ, സോ നമ്മളതിൻ്റെ മാത്തമാറ്റിക്കൽ പാർട്ടിലേക്ക് പോകാം. കൺസിഡർ എ പെൻഡുലം ഓഫ് മാസ് എം വിച്ച് ഈസ് സ്വിങ്ങിങ് വിത്ത് ഫ്രീക്വൻസി ഗാമ സിക്കൾ √g/L. ഇത് വന്നത് എങ്ങനെ, ഇത് അതിൻ്റെ ആംഗുലർ ഫ്രീക്വൻസിയാണ് വന്നത്. ടൈം പീരിയഡ് t 2π √L/g ആണ്. ഇൻ ദ കേസ് സിമ്പിൾ പെൻഡുലം. അപ്പോൾ ആംഗുലർ ഫ്രീക്വൻസി എന്ത് വരും, ω/t' എന്ന് വരും, അല്ലേ. ആംഗുലർ ഫ്രീക്വൻസി = 2π/t' ആണ്. അങ്ങനെയാണ് ഈ g/L എന്ന് വന്നത്. So using polar coordinates r and theta, we describe the bob and pendulum and its motion in horizontal plane. So we can write r = r0 sin gamma t. നമുക്കറിയാം ഒരു ഓസിലേഷൻ്റെ ആംപ്ലിറ്റ്യൂഡ് എഴുതുന്നതാണ്. r = r0 is the maximum amplitude and അതിൻ്റെ ഓസിലേഷൻസ് ഹാർമോണിക് ആയിട്ടാണ് വരിക. സോ സൈൻ ഗാമ ടി എന്ന് പറയുന്നത്. In the absence of Coriolis force, that is in inertial frame, there is no tangential force and theta is constant. അതായത് ടാൻജൻഷ്യൽ ഫോഴ്സ് ആണ് ഇവിടെ തീറ്റ വാരി ചെയ്യുന്നത്. അത് കോറിയോളിസ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ ടാൻജൻഷ്യൽ ഫോഴ്സ് ആണ് വരുന്നത്, അല്ലേ. ഇപ്പോൾ ഇതൊരു നോൺ ഇനേർഷ്യൽ ഫ്രെയിം അല്ല. ഇനേർഷ്യൽ ഫ്രെയിം ആണെങ്കിൽ എന്താണ്, ഈ ടാൻജൻഷ്യൽ ഫോഴ്സ് ഇസ് നോട്ട് പ്രസൻറ്റ്. ഇവിടെ അത് തീറ്റ വാരിയേഷൻ ഉണ്ടാവില്ല. തീറ്റ ഡോട്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ ദ ഹൊറിസോണ്ടൽ കൊറിയോളിസ് ഫോഴ്സ്, അപ്പോൾ നമ്മൾ ഹൊറിസോണ്ടൽ കൊറിയോളിസ് ഫോഴ്സ് വെച്ചിട്ടാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുക. കാരണം ഹൊറിസോണ്ടൽ കൊറിയോളിസ് ഫോഴ്സാണ് ഇങ്ങനെ ഒരു ഡിഫ്ലക്ഷൻ, ഇങ്ങനെ ഒരു പ്രിസിഷന് കാരണമാവുന്നത്. സോ അതിൻ്റെ നമുക്കറിയാം FCH നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ഒരു എക്സാമ്പിൾ 8.9 നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. 2m ഒമേഗ സൈൻ ലാംഡ. ഇവിടെ r ഡോട്ട് എന്ന് വന്നത് v ആണ്. ആൻഡ് ദിസ് ഡയറക്ഷൻ ഈസ് തീറ്റ. തീറ്റയിലാണ് അത് വാരി ചെയ്യുന്നത്. അതിൻ്റെ ഡയറക്ഷൻ തീറ്റ ക്യാപ്പിലായിരിക്കും. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ 2m ഒമേഗ v സൈൻ ലാംഡ ആണ്. വിനെയാണ് ഞാൻ r ഡോട്ട് എന്ന് പറഞ്ഞിട്ട് എഴുതിയിരിക്കുന്നത്. സോ ടാൻജൻഷ്യൽ ഇക്വേഷൻ ഓഫ് മോഷൻ നമുക്കറിയാം. ടാൻജൻഷ്യൽ ഫോഴ്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ടാൻജൻഷ്യൽ ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുമ്പോൾ ma തീറ്റ ആണ് വരിക. ദാറ്റ് ഈസ് FCH ആണ്. സോ നമുക്കറിയാം a തീറ്റ എന്ന് പറയുന്നതിൻ്റെ പോളാർ റെപ്രസെൻറ്റേഷൻ ഇങ്ങനെയാണ്, m × r തീറ്റ ഡബിൾ ഡോട്ട് പ്ലസ് 2r ഡോട്ട് തീറ്റ ഡോട്ട്. ആൻഡ് നമുക്കിത് രണ്ടും ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. 2m സൈൻ ലാംഡ r ഡോട്ട് എന്ന് വരും. ഓക്കെ, സോ തീറ്റ ഡബിൾ ഡോട്ട് നമ്മളിതിനെ എന്ത് ചെയ്യാം, തീറ്റ ഡബിൾ ഡോട്ടിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 0ലേക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീറ്റ ഡോട്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കുക. അതായത് വാരി ചെയ്യുന്ന ഡിഫ്ലക്ഷൻ ഒരു കോൺസ്റ്റൻ്റ് ആണ്, അല്ലേ. ആംഗിൾ അല്ല, തീറ്റ അല്ല. അതായത് ഓരോ പ്രിസിഷനിലും ഇത് ഡിഫ്ലക്റ്റ് ചെയ്യുന്ന പ്രിസൈസ് ചെയ്യുന്ന ക്വാണ്ടിറ്റി റേറ്റ് കോൺസ്റ്റൻ്റ് ആണ്. ദാറ്റ് ഈസ് തീറ്റ ഡോട്ട് ഇസ് കോൺസ്റ്റൻറ്റ്. ദെയർഫോർ തീറ്റ ഡബിൾ ഡോട്ട് ഇസ് ഈക്വൽ ടു 0 സിൻസ് തീറ്റ ഡോട്ട് ഇസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഈ ഒരു ടേം ഒഴിവാക്കിയിട്ട് ബാക്കി ടേംസിന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും, നമ്മളൊന്ന് എഴുതി നോക്കുക. 2m r ഡോട്ട് തീറ്റ ഡോട്ട് എന്ന് വരും. ഇവിടെ ഉണ്ട് r ഡോട്ട് ഉണ്ട്, 2m ഉണ്ട്. ഇതെല്ലാം ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ ബാക്കി വരുന്നത് തീറ്റ ഡോട്ട് ഇസ് ഈക്വൽ ടു സൈൻ ലാംഡ എന്നാണ് വരും. തീറ്റ ഡോട്ട് ഇസ് ഈക്വൽ ടു മൈനസ് സൈൻ ഉണ്ട്, മൈനസ് സൈൻ ഒമേഗ സൈൻ ലാംഡ എന്ന് വരും. ദ പെൻഡുലം പ്രിസൈസ് യൂണിഫോംലി ഇൻ ക്ലോക്ക് വൈസ് ഡിറക്ഷൻ. സോ തീറ്റ ഇസ് ഈക്വൽ തീറ്റ ഡോട്ട് ചേഞ്ചിന് ഇസ് ഈക്വൽ എന്നാണ് സൈൻ ലാംഡയാണ് വന്നത്. സോ ദ
pendulum precesses uniformly in clockwise directionലാണ് അത് പ്രിസൈസ് ചെയ്യുക. ദ ടൈം ഫോർ ദ പ്ലെയിൻ ഓഫ് ഓസിലേഷൻ ടു റൊട്ടേറ്റ് ഈസ് എന്നൊക്കെ ടൈം പീരീഡ് കണ്ടുപിടിക്കാം. പ്ലെയിൻ ഓഫ് ഓസിലേഷൻ ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ടൈം എടുക്കുമെന്ന് നോക്കാം. അതായത് ഒരു പ്രാവശ്യം മൊത്തമായിട്ട് ആ പ്ലെയിനിൽ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ 1 സെൻറ്റിമീറ്റർ വെച്ചിട്ടല്ലേ റൊട്ടേറ്റ് ചെയ്യാൻ പ്രിസൈസ് ചെയ്യാന്ന് പറഞ്ഞത്. മൊത്തമായിട്ട് ഇത്രയും ഒരു 2 പൈ ആംഗിൾ കംപ്ലീറ്റ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ടൈം എടുക്കും നോക്കാം. നമുക്കറിയാം T = 2π/ω ആണ് വരിക. അവിടെ ഒമേഗ എന്ന് പറയുന്നത് ആംഗുലർ വെലോസിറ്റിയാണ്. ദാറ്റ് ഇസ് തീറ്റ ഡോട്ട് എന്ന് വരും. 2π/ω സൈൻ ലാംഡ എന്ന് വരും. ഈ ലാംഡ എന്ന് പറയുന്നത് എന്താണ്? ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ഒരു എക്സാമ്പിൾ ഡിസ്കസ് ചെയ്തതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ലാംഡ എന്ന് പറയുമ്പോൾ ലാറ്റിറ്റ്യൂഡിൻ്റെ ആംഗിളാണ് വരുന്നത്. ഇത്രയും ഈ ആംഗിളിലുള്ള ലാറ്റിറ്റ്യൂഡാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അപ്പോൾ ഇതെന്ത് വരും? 24 എന്ന് വരും. 24 hour സൈൻ ലാംഡ എന്ന് വരും. 24/ω 2π/ω is equal to 24 hour അല്ലേ? നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ 24 hour ആണ് കിട്ടുക. അങ്ങനെയാണ് 24 hour സൈൻ ലാംഡ എന്നത്. എന്നാലും ഈ ലാംഡയ്ക്ക് 45 ഡിഗ്രി കൊടുക്കുക. അതാണ് മിഡ് ലാറ്റിറ്റ്യൂഡ് എന്നൊക്കെ പറയുന്നത്. ലാറ്റിറ്റ്യൂഡ് 45 ഡിഗ്രി ആവുന്ന സമയത്തുള്ളത്. ലാറ്റിറ്റ്യൂഡ് 45 ഡിഗ്രി ആവുന്ന സമയത്ത് ദ ഫുക്കോൾ പെൻഡുലം റൊട്ടേറ്റ്സ് വൺസ് ഇൻ 34. അപ്പോൾ അങ്ങനെ 45 ഡിഗ്രി എന്ന് കൊടുക്കുന്ന സമയത്ത് ഇത് 34 ആയിട്ട് മാറും. അപ്പോൾ ലാറ്റിറ്റ്യൂഡിൽ 34 hour ആണ് ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്നത്. റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ ഈ പ്ലെയിൻ മൊത്തം ഈ ഒരു നമ്മുടെ ബോബ് കംപ്ലീറ്റ് റൊട്ടേറ്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട്. സോ അറ്റ് നോർത്ത് പോൾ the period of precession is 24 hours. The pendulum rotates clockwise with respect to the earth at the same rate as the earth rotates in the clockwise, and in south poles ആണെങ്കിൽ എന്ത് ചെയ്യുന്നു? സെയിം റേറ്റ് തന്നെയാണ് റൊട്ടേറ്റ് ചെയ്യുക. പക്ഷേ റൊട്ടേറ്റ് the pendulum rotates clockwise with respect to the earth at the same rate as the earth rotates counter clockwise. അപ്പോൾ എർത്ത് എങ്ങനെയാണോ റൊട്ടേറ്റ് ചെയ്യുന്നത്, അപ്പോൾ എർത്ത് കൗണ്ടർ ക്ലോക്ക് വൈസിലാണ് റൊട്ടേഷൻ നമ്മൾ എടുക്കുന്നതെങ്കിൽ അങ്ങനെയാണല്ലോ അല്ലേ? കൗണ്ടർ ക്ലോക്ക് വൈസിലാണ് വരിക. വെസ്റ്റ് ടു ഈസ്റ്റ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഈസ്റ്റ് ടു വെസ്റ്റ് ആയിരിക്കും നമ്മുടെ ബോബിൻ്റെ റൊട്ടേഷൻ വരുന്നുണ്ടാവുക. അല്ലെങ്കിൽ അതിൻ്റെ ഡിഫ്ലക്ഷൻ അല്ലെങ്കിൽ പ്രിസിഷൻ വരുന്നതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ ഇതൊന്നും ഇപ്പം ഈ ഒരു റൊട്ടേഷൻ പ്രിസിഷൻ നമുക്ക് മനസ്സിലായത് ഇതിൻ്റെ താഴെയുള്ള പ്ലെയിൻ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. താഴെയുള്ള പ്ലെയിൻ എന്ന് പറയുമ്പോൾ എർത്താണ്. അപ്പോൾ എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒന്നുകൂടി എക്സ്പെരിമെൻറ്റിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എക്സ്പെരിമെൻറ്റ് ഫുക്കോൾട്ട് എന്ന് പറഞ്ഞിട്ടുള്ള സയൻറ്റിസ്റ്റ് ചെയ്ത് നോക്കിയത്. അത് സക്സസ് ആവുന്നത് ഒരു പോസിറ്റീവ് റിസൾട്ടിലേക്കാണ് പോകുന്നത്. Okay, and this picture shows the trajectory of the pendulum and the direction of swing. അതൊക്കെയാണ് ഇവിടെ ഈ ഒരു പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്. So this is all about Foucault's pendulum. Okay.